ഏകദേശം ഒരു മാസമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടിയോ ഈ യുദ്ധക്കെടുതി കേരളത്തിൽ ഇന്ത്യയിൽ ഒന്നാകെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ഈ ഘട്ടത്തിൽ നമ്മുടെ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയായിരിക്കാം. ഈ ഘട്ടത്തിൽ നമ്മുടെ അടുപ്പുകൾ പുകയാത്ത രീതിയിൽ ഗ്യാസ് ലഭിക്കാത്ത രീതിയിലുള്ള ഒരു പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുക മുഴുവൻ ആളുകളും. ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് യാതൊരു വിധ നടപടി സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, ആളുകളാകെ പട്ടിണിയിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നടപടി തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പഞ്ചായത്തിലും LDFന്റെ നേതൃത്വത്തിൽ ഇതുപോലെ സമരം നടത്തി പ്രതീകാത്മക സമരം നടത്തുകയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ സഖാക്കളെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി നാരായണനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി സഖാക്കളെ, ഈ അടുപ്പുകൂട്ടി സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ സഖാവ് കെ നാരായണനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഖാക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ യുദ്ധത്തിൻ്റെ കെടുതി നമ്മുടെയൊക്കെ തന്നെ അടുക്കളയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പ്രതീകാത്മക സമരം നമ്മുടെ നാട്ടുപുറങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളതും ആലോചിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇറാനെതിരെ അമേരിക്ക നേതൃത്വം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണം അത് ഇറാനല്ലേ, അത് അമേരിക്കയിലല്ലേ, നമ്മുടേതായിട്ടല്ലല്ലോ എന്ന ഒരു തോന്നൽ നമ്മുടെയൊക്കെ തന്നെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം എവിടെ സംഭവിച്ചാലും അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ ഏറ്റവും വലുതാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെയൊക്കെ അടുക്കളയിലേക്ക് ഈ പ്രതിസന്ധി എത്തിയിരിക്കുന്നത്. പാചകവാതകത്തിൻ്റെ പ്രയാസം നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്നാൽ കേവലമായ ഈ പാചകവാതകത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ യുദ്ധം. ഇതുപോലെ നീണ്ടുനിന്നാൽ ഉണ്ടാവുന്ന പ്രയാസവും പ്രതിസന്ധിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകണം. ഇതിനെതിരെ CPMന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ വലിയ പ്രതിഷേധങ്ങളാണ് രാജ്യത്താകെ നടന്നിട്ടുള്ളത്. ഇതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ യുദ്ധത്തിനെതിരായി ഇങ്ങനെ യുദ്ധം നടക്കുമ്പോഴും അവനവൻ്റെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ യുദ്ധവര്യന്മാർക്കെതിരായി ഒരു അക്ഷരം ഉണ്ടെന്നില്ല മാത്രമല്ല അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ മുന്നണി നേതൃത്വത്തിൽ CPMന്റെ നേതൃത്വത്തിൽ രാജ്യത്താകെ പ്രതിഷേധം നടക്കുന്നു. ഇടതുപക്ഷ മുന്നണി നാടാകെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഈ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇവിടെ ഇടതുപക്ഷം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള സാഹചര്യം. ഈ കേന്ദ്ര ഭരിച്ചുകൊണ്ടിരുന്ന BJP ഗവൺമെന്റിനെതിരെ ഒരക്ഷരമിണ്ടാൻ ഇന്നുവരെ വലതുപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ UDFോ അല്ലെങ്കിൽ മറ്റ് ഇതര പാർട്ടികളോ തയ്യാറാവുന്നില്ല എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി അടിയന്തരമായി ഈ കേന്ദ്ര ഭരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെടണമെന്നുള്ളതാണ് ഇടതുപക്ഷം പറയുന്നത്, CPM പറയുന്നത്. അതിനെതിരായിട്ടുള്ള
പ്രതിഷേധമാണ് രാജ്യത്താകെ നാട്ടിലാകെ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമുക്കറിയാം കേന്ദ്ര ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഈ അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരെ ശബ്ദിക്കേണ്ട നമ്മുടെ നാട്ടിലെ പ്രാദേശിക പാർട്ടികൾ, നമ്മുടെ നാട്ടിലെ പാർട്ടികൾ, അതുപോലെ തന്നെ കോൺഗ്രസ് ആവട്ടെ മറ്റു ഇതര കക്ഷികളാവട്ടെ ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തോടു കൂടി അവസാനിക്കാനല്ല പോകുന്നത്. ഇത് വലിയ സമരമാകാനും ജനങ്ങളിലാകെ എത്തിക്കാനും ഇതിന്റെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടി വരും കാലങ്ങളിൽ വലിയ സമരങ്ങളിലേക്ക് പോകാനും നമ്മൾ പോകുമ്പോൾ ഇതിനെ പിന്തുണ നൽകാൻ നമ്മുടെ നാടാകെ ഉണ്ടാവുന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിന് മുഴുവൻ ആളുകളും കണ്ണു ചേരണമെന്നും പിന്നെ അവരുടെ മനസ്സുകൊണ്ടെങ്കിൽ ഇതിനോട് കൂടെ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. जिंदाबाद जिंदाबाद इनकलाब जिंदाबाद इनकलाब जिंदाबाद LDF जिंदाबाद കേന്ദ്രം വാഴും ഗവൺമെന്റിന്റെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ യുദ്ധവെറിയൻ അമേരിക്കക്കെതിരെ ഉയരുന്നു പ്രതിഷേധം. LDF जिंदाबाद LDF जिंदाबाद इनकलाब जिंदाबाद പാചകവാതകം കിട്ടാക്കനിയായി മറുപടി പറയൂ കേന്ദ്രക്കാരെ, മറുപടി പറയൂ കേന്ദ്രക്കാരെ, മറുപടി പറയൂ നരേന്ദ്രമോദി. ഇൻക്ലാബ് ജിന്ദാബാദ്. ഈ സമരം സൂചന മാത്രം, സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ഈ സമരത്തിന്റെ ഭാവം മാറും. ഇൻക്ലാബ് ജിന്ദാബാദ്, ഇൻക്ലാബ് ജിന്ദാബാദ്, LDF ജിന്ദാബാദ്, അടവുകൂട്ടി സമരം ജിന്ദാബാദ്, ഇൻക്ലാബ് ജിന്ദാബാദ്, ഇൻക്ലാബ് ജിന്ദാബാദ്. സമരത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ഗണേശൻ സംസ്ഥാനത്ത് എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജലയൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനായിട്ടുള്ള പ്രതിഷേധ സമരം നടത്തിയിട്ടുള്ളത്. ഈ അടച്ചുപൂട്ടി സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പാർട്ടി സഖാക്കളെയും അനുഭാവികളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമരങ്ങളുടെ അവസാനിച്ചതായി അറിയിക്കുന്നു.